മഹാരാഷ്ട്രയിൽ കെട്ടിടം തകർന്നു വീണു. നവി മുംബൈയിലെ ഷഹബാസ് വില്ലേജിൽ 3 നില കെട്ടിടമാണ് തകർന്നു വീണത്. 2 പേർ ഈ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയതായി സംശയം. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ഈ മുംബൈയിൽ അപകടം നടന്ന സ്ഥലത്തു നിന്നാണ് ശ്രീനാഥ് ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. വലിയ അപകടമാണോ ശ്രീനാഥ് അവിടെ നടന്നത് നവി മുംബൈയിൽ? SK ഇന്ന് പുലർച്ചെയോടെയാണ് ഈ കെട്ടിടം തകർന്നു വീഴുന്നത്. ഞാനിപ്പോൾ ആ സ്പോട്ടിലുണ്ട്. CBD ബേലാപൂരിലുള്ള ഷഹബാസ് ഗാവിലാണ് ഈ ഇന്ദിര ബിൽഡിംഗ് ഇന്ന് പുലർച്ചെയോടെ തകർന്നു വീണത്. ഏതാണ്ട് 40-നടുത്ത ആളുകൾ ഈ സമയം ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ കെട്ടിടം തകരാൻ പോകുന്നതിൻ്റെ സൂചനകൾ അവർക്ക് ലഭിച്ചിരുന്നു. ചില ഭാഗങ്ങളൊക്കെ പൊടിഞ്ഞു വീഴുന്നതായി ശ്രദ്ധിച്ചു. പിന്നീട് ഈ സമീപത്തൂടി പോയ ഒരു ഓട്ടോക്കാരനാണ് ഇതിങ്ങനെ പൊളിയുന്നത് കണ്ട് ആളുകളോട് ബഹളം വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുകയും വളരെ വേഗത്തിൽ ആളുകൾ പരമാവധി പേർ പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ 4 പേർ ഇതിൽ പെട്ടുപോയി എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ 2 സ്ത്രീകളെ ജീവനോടെ തന്നെ പുറത്തെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 പേർക്കായാണ് തെരച്ചിൽ. അതിൽ തന്നെ ഒരാളെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ അവരുടെ കാലുകൾ ഏതായാലും NDRF സംഘത്തിന് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ പുറത്തെടുക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അവരെ പുറത്തേക്ക് എടുക്കാൻ പാടുപെടുന്നു. അങ്ങനെ ഇപ്പോൾ JCB ഉപയോഗിച്ച് ഈ അവശിഷ്ടങ്ങൾ പരമാവധി മാറ്റി അവരെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ്. ആംബുലൻസ് അടക്കം ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. 2 പേരാണ് ഇപ്പോൾ ഇതിനകത്ത് ഉള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇവിടെ വന്നപ്പോൾ മനസ്സിലായതാണ്, വെറും 10 വർഷം മാത്രം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് തകർന്നു വീണത്. ഏത് തരത്തിലാണ് ഇത്തരത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചു വെക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടി ഈ സംഭവം ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് സൂറത്തിൽ സമാനമായ രീതിയിൽ അധികം കാലപ്പഴക്കമില്ലാത്തൊരു കെട്ടിടം തകർന്നു വീഴുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തു. ഏതായാലും സമാനമായൊരു കാഴ്ച തന്നെയാണ് മഹാരാഷ്ട്രയിൽ നവി മുംബൈയിൽ നിന്നും ഉള്ളത്. തീരെ കാലപ്പഴക്കമില്ലാത്തൊരു കെട്ടിടം മഴയത്ത്, തുടർച്ചയായി പെയ്യുന്ന മഴയത്ത് ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞ് തകർന്ന് വീഴുന്ന ഒരു കാഴ്ച. ഏതായാലും 2 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. JCBകൾ വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ. താങ്ക് യു.